പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നിന്നെടുത്ത് ഒന്നാമത്തെ ഭാഗം തൊട്ട് കാണുക. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയേക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ ടൈപ്പ് റിയാക്ഷൻസ് ആണ്, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. പേജ് 61-ലാണത്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിലും ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇലക്ട്രിസിറ്റിയും കെമിക്കൽ റിയാക്ഷനും തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും. ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്യുകയും ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന റിയാക്ഷൻ ആയിരിക്കും നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത്. കാരണം ഇതിന് തൊട്ട് മുമ്പ് പഠിച്ചപ്പോഴൊക്കെ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നതും ലിബറേറ്റ് ചെയ്യുന്നതും പഠിച്ചു. അപ്പോൾ അതുപോലെ ഇവിടെയും ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്യുന്നതും ലിബറേറ്റ് ചെയ്യുന്നതും പഠിക്കാനുണ്ടാകുന്ന ആദ്യമേ തന്നെ ഓർത്ത് വെക്കണം. ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത് ഒരു സെല്ലാണ്. 2 സെല്ല് കാണിച്ചിട്ടുണ്ട്. നമ്മൾ അത് ബാറ്ററി എന്നൊക്കെയാണ് പറയുന്നത്, എങ്കിലും അത് സെല്ലെന്ന് പറയുന്നതാണ് കൂടുതൽ കറക്റ്റ്. അതിൻ്റെ ശരിക്കുള്ള പേര് ഡ്രൈ സെൽ എന്നാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ നിന്നും ഇലക്ട്രിസിറ്റി എടുത്തിട്ട്, അപ്പോൾ ഇവ എല്ലാം ദേ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. അവരുടെ ഒരു സ്ട്രക്ചറാണ്, അതിൻ്റെ പാർട്സ് ഒക്കെയാണ് നമ്മളൊന്ന് നോക്കാൻ പോണത്. അതിനുവേണ്ടി ഇങ്ങനെയുള്ള ഒരു ഡ്രൈ സെല്ല് ഒന്ന് മുറിച്ച് വെച്ചതുപോലെ, അകത്തെ പാർട്സ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി മുറിച്ച് വെച്ചതുപോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അതിന് ഉള്ള പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് ഒരു കാർബൺ റോഡ് ഉണ്ട്, അതിനൊരു ക്യാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ. കാർബൺ റോഡിൻ്റെ എൻഡാണ് പോസിറ്റീവ് ടെർമിനൽ. ഇനി ആ സെല്ലുണ്ടാക്കിയിരിക്കുന്നത് ഒരു സിങ്ക് കണ്ടെയ്നറിലാണ്. അതായത് ഇതൊരു പാത്രം പോലെ പരിഗണിക്കുകയാണെങ്കിൽ ഇത് സിങ്ക് കൊണ്ടാണ് ഈ പാത്രം ഉണ്ടായിരിക്കുന്നത്. സിങ്ക് എന്ന് പറഞ്ഞാൽ അലുമിനിയം പോലെയൊക്കെയുള്ളൊരു മെറ്റലാണ്, ലോഹമാണ്. ഈ സിങ്ക് പാത്രമാണ്, ആ സിങ്ക് കണ്ടെയ്നറാണ് നെഗറ്റീവ് ടെർമിനലായിട്ട് ആക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് ടെർമിനൽ. അതുകൊണ്ടാണ് ആ സിങ്ക് പാത്രത്തിൻ്റെ ഏറ്റവും അടിഭാഗത്തു നിന്നാണ് നമ്മൾ നെഗറ്റീവ് ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് കണക്ഷനൊക്കെ കൊടുക്കുന്നത്. ഇവിടുന്ന് പോസിറ്റീവ് ഭാഗമാണെന്ന് പറഞ്ഞ് മുകളിൽ നിന്നും ആ പാത്രത്തിൻ്റെ താഴെ നിന്ന് നെഗറ്റീവ് ഭാഗമാണെന്ന് പറഞ്ഞ് നമ്മൾ കണക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ, ഈ സെല്ലിൻ്റെ ഉള്ളിൽ അമോണിയം ക്ലോറൈഡിൻ്റെ ഒരു പേസ്റ്റിനകത്തേക്ക് മാംഗനീസ് ഡയോക്സൈഡ് എന്നും കാർബൺ പൗഡറിനും കൂടെ മിക്സ് ചെയ്ത്, അപ്പോൾ ഒരു പേസ്റ്റ് പോലെ, കറുത്ത ഒരു പേസ്റ്റ് പോലെ ഒരു സാധനമാണ്. ഇതൊക്കെ പൊട്ടിച്ച് നോക്കുവാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതിനകത്ത് എന്തൊക്കെയാണ്? അമോണിയം ക്ലോറൈഡ്, മാംഗനീസ് ഡയോക്സൈഡ്, കാർബൺ പൗഡർ. അങ്ങനെ ഒരു സിങ്ക് പാത്രത്തിനകത്ത്, അതാണ് സിങ്ക് കണ്ടെയ്നർ, അതിനകത്ത് ഈ കെമിക്കൽ എല്ലാം കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ലിബറേറ്റ് ചെയ്യുന്ന പുറത്തേക്ക് വിടും. അപ്പോൾ ഇനി ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് അടുത്ത പേജിൽ പഠിക്കാം. എന്ന് പറഞ്ഞ് ഇലക്ട്രിക്കൽ എനർജി വലിച്ചെടുത്തുകൊണ്ട് മറ്റ് റിയാക്ഷൻസ് നടക്കുന്നത് അടുത്ത പേജിൽ വീണ്ടും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദി ഡ്രൈ സെൽ. ആ സെല്ലിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ റിസൾട്ടായിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതിന് ചിലപ്പോൾ ലിബറേറ്റ് എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഡ്രൈ സെല്ലിൽ എന്താണ് നടക്കുന്നത്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഡ്രൈ സെല്ലിൽ ഏത് എനർജി ചേഞ്ചാണ് നടക്കുന്നത്? അപ്പോൾ കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി എന്ന് എഴുതണം. ഡ്രൈ സെല്ലിൽ നിന്നും ഏത് എനർജിയാണ് ലിബറേറ്റ് ചെയ്യുന്നത്, അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പഠിച്ചത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇനി ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി വലിച്ചെടുത്തിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഈ പാത്രത്തിൽ എടുത്തിരിക്കുന്നതൊക്കെ നോക്കാം. ഇതിനകത്ത് സോഡിയം ക്ലോറൈഡാണ് എടുത്തിരിക്കുന്നത്. വീട്ടിലെ കറിയുപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ജലത്തിൽ ലയിപ്പിച്ചത്. നിങ്ങളുടെ വീട്ടിൽ ജലത്തിൽ ലയിപ്പിച്ച കറിയുപ്പിന് വല്ല നിറവും ഉണ്ടോ? ഇല്ല, ഒരു നിറവും ഇല്ല. അപ്പോൾ കറിയുപ്പിന് അഥവാ സോഡിയം ക്ലോറൈഡിന്
ഒരു നിറവുമില്ലാത്തതായിരുന്നു. പിന്നെ എങ്ങനെ ഈ നിറം വന്നു എന്നുള്ളത് ശ്രദ്ധിച്ചിരുന്ന് കേട്ടോണം കേട്ടോ. ആ നിറമില്ലാത്ത സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് 2-4 ഡ്രോപ്പ് ഫിനോഫ്തലിനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫിനോഫ്തലിൻ എന്ന് പറയുന്ന സാധനം ഒരു നിറവുമില്ലാത്ത ഒരു സൂചകം അഥവാ ഇൻഡിക്കേറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ അത് ആൽക്കലി ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ മാത്രം നല്ല പിങ്ക് നിറം. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ഒരു ന്യൂട്രൽ, ആസിഡുമല്ല ആൽക്കലിയുമല്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത്. സോഡിയം ക്ലോറൈഡ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ആ ഫിനോഫ്തലിൻ ഒഴിച്ചപ്പോഴും അതിനൊരു നിറവും ഉണ്ടാകില്ല. പിന്നെ എപ്പോഴാണ് നിറം ഉണ്ടാകുന്നത്? ഇവിടെ അതിലേക്ക് ഇതുപോലെ സെല്ല് ഘടിപ്പിച്ചേക്കുന്നതാണ് കാണിച്ചേക്കുന്നത്. ഈ സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചില്ലേ ഡ്രൈ സെല്ല്. ആ ഡ്രൈ സെല്ല് ടീച്ചർ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും വരച്ചു വെക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് ഭാഗം ഏതാണെന്ന് ഓർക്കണ്ടല്ലോ. ആ പോസിറ്റീവ് ഭാഗത്തെ ഒരു വലിയ വര കൊണ്ടും നെഗറ്റീവ് ഭാഗത്തെ ഒരു ചെറിയ വര കൊണ്ടും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു വലിയ വരയും ഒരു ചെറിയ വരയും ചേർന്നാൽ എന്തുമായി? ഒരു സെല്ലിൻ്റെ പ്രതീകമായി. വീണ്ടും ഒരു വലിയ വര ഒരു ചെറിയ വര ഇട്ടാലോ വീണ്ടും ഒരു സെല്ലായി. വീണ്ടും ഒരു വലിയ വര ഒരു ചെറിയ വര ഇട്ടാലോ വീണ്ടും ഒരു സെല്ലായി. അപ്പോൾ ഇവിടെ അപ്പോൾ എത്ര സെല്ലുണ്ട്? 1, ഇത് രണ്ടും കൂടെ കൂട്ടി 2, ഇത് രണ്ടും കൂടെ കൂട്ടി 3. ഓർത്തിരിക്കുക, വലിയ വര സെല്ലിൻ്റെ പോസിറ്റീവിനെയും ചെറിയ വര നെഗറ്റീവിനെയും സൂചിപ്പിക്കുന്നു. എന്നിട്ട് പോസിറ്റീവ് എന്നൊരു സ്വിച്ച് വഴി, സ്വിച്ചിൻ്റെ സിമ്പലാട്ടോ ഇങ്ങനെ ഒരല്പം പൊങ്ങി വെച്ചേക്കുന്നത് പോലെ കാണിക്കുന്നത്. അപ്പോൾ ഒരു സ്വിച്ച് വഴി അതിനെ നമ്മുടെ നിറവൊന്നുമില്ലാത്ത സോഡിയം ക്ലോറൈഡും ഫിനോഫ്തലിനും ഇട്ട ലായനിയിലേക്ക് പോസിറ്റീവേന്നും ഒരു വയർ കണക്ട് ചെയ്യുന്നു, നെഗറ്റീവേന്നും ഒരു വയർ കണക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിലെ വൈദ്യുതി ഈ ജലത്തിലേക്ക് കടന്നു വരും. അങ്ങനെ ഇലക്ട്രിസിറ്റി വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ നടക്കും. ഈ റിയാക്ഷൻ നടന്ന് സോഡിയം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്ത്, അതാണ് സോഡിയം ക്ലോറൈഡ് അണ്ടർഗോ ഡിസോസിയേഷൻ ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ഫോംഡ്. എവിടെയെങ്കിലും ഒരു ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് കണ്ടാൽ അത് ആൽക്കലിയാന്ന് ഓർത്തോണം. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ഈ വൈദ്യുതി കടന്നു ചെന്നപ്പോൾ മാറി സോഡിയം ഹൈഡ്രോക്സൈഡായി മാറി. സോഡിയം ക്ലോറൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ആൽക്കലി ആയിരുന്നപ്പോൾ ഒളിച്ചിരുന്ന ഫിനോഫ്തലിൻ പെട്ടെന്ന് പ്രവർത്തിച്ച് നല്ല പിങ്ക് നിറമായി. കാര്യം മനസ്സിലായോ? ഈ പിങ്ക് നിറം എങ്ങനെയാണ് വന്നത്? സോഡിയം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായപ്പോഴാണ് ഇതിന് പിങ്ക് നിറം വന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ റിയാക്ഷൻ ഉണ്ടാകാൻ വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ? അവിടെ ഉത്തരം താഴെ കിടപ്പുണ്ട്. ഹിയർ ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ് ഫോർ ദി കെമിക്കൽ റിയാക്ഷൻ. ഇത് ക്വസ്റ്റ്യൻ ആണ്, ഇതിൻ്റെ ആൻസർ ആണ്. അതുപോലെ തന്നെ ഇവിടെ ചോദ്യം എന്താണ്? സോഡിയം ക്ലോറൈഡ് ഡിസോസിയേറ്റ് മുറിഞ്ഞപ്പോൾ എന്താണ് അതിലുണ്ടായത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ആ സോഡിയം ഹൈഡ്രോക്സൈഡും ഫിനോഫ്തലിനും കൂടെ പ്രവർത്തിക്കുമ്പോൾ എന്ത് നിറമാണ്? പിങ്ക് നിറമാണെന്ന് എഴുതണം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? ഇലക്ട്രിസിറ്റിയുടെ അബ്സോർബ് ചെയ്തിട്ട് ഒരു സബ്സ്റ്റൻസ് ഡിസോസിയേറ്റ് ചെയ്തു. അതിന് നമുക്ക് എങ്ങനെ ഡെഫിനിഷനായിട്ട് പറയാം? ദി പ്രോസസ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഡിസോസിയേഷൻ ബൈ എന്തുകൊണ്ട്? അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ഇലക്ട്രോളിസിസ്. അപ്പോൾ ഇവിടെ നടന്നത് ഇലക്ട്രോളിസിസ് ആണ്. ഇനി ഇലക്ട്രോളിസിസ് ഒരെണ്ണവും കൂടെ പഠിപ്പിക്കുവാണേ, അതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്, ഒന്ന് ഓർത്തെടുത്താൽ മതി. വാട്ടർ കണ്ടെയ്നിങ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ്, അല്പം ആസിഡ് കലർന്ന ജലമെടുത്തിട്ട് അതിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നു. കണ്ടോ? ഇലക്ട്രിസിറ്റി പാസ് ത്രൂ വാട്ടർ. അപ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്യുന്നു. കണ്ടല്ലോ? ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്ത് ഡിസോസിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. വാട്ടർ മുറിഞ്ഞ് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു. വാട്ടർ മുറിഞ്ഞ് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു. ഇതും ഒരു ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോളിസിസ് നടത്തുന്നത് എങ്ങനെയാണ്? അബ്സോർബിങ്
ഇലക്ട്രിസിറ്റി. അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള റിയാക്ഷനും പഠിച്ചു. ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യുന്നതും ഇതിനു മുമ്പ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതും നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു കെമിക്കൽ റിയാക്ഷൻ പഠിക്കുകയാണ്. അത് ഇതിങ്ങനെയാണ്. നമ്മൾ ഗോൾഡിനൊക്കെ വലിയ വിലയല്ലേ, അപ്പോൾ അതിനെ ഗോൾഡിനേക്കാൾ ഭംഗിയുള്ള ഗോൾഡ് കോട്ട് ചെയ്ത ഓർണമെൻറ്റ്സ് ഒക്കെ കിട്ടാനില്ലേ? അടിപൊളിയല്ലേ അത് ഓണത്തിനൊക്കെ ഇട്ട് പോകാനായിട്ട്. പിന്നെ ചില ആഘോഷ അവസരങ്ങളിൽ പാത്രങ്ങളും ഒക്കെ സിൽവർ കൊണ്ട് കോട്ട് ചെയ്യാറില്ലേ? അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്ന രീതി അടുത്ത പേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമുക്കിവിടെ എക്സാമ്പിളായി തന്നിരിക്കുന്നത് കോപ്പർ ഓൺ അയൺ ബാങ്കിൽ കോട്ട് ചെയ്യുന്ന എന്താണ്? അപ്പോൾ അതിൻ്റെ ചിത്രം വരയ്ക്കാൻ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. ചിത്രം വരച്ച് പൂരിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് മനസ്സിലാകാൻ വേണ്ടി വലിയ വര ചെറിയ വര. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അതിൽ നിന്നും വൈദ്യുതി കൊടുക്കുകയാണ്. പോസിറ്റീവിലാണ് നമ്മൾ കോട്ട് ചെയ്യേണ്ട കോപ്പർ. കൃത്യമായിട്ടും മാറി പിടിപ്പിച്ചാൽ വരൂല. കോട്ട് ചെയ്യേണ്ട കോപ്പർ ഏതിലാണോ കോട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഒരു ബാങ്കിളാണ്, വളയാണേ, ആ വളയിലാണ് കോപ്പർ കോട്ട് ചെയ്യുന്നത്. ആ വള കണക്ട് ചെയ്യേണ്ടത് നെഗറ്റീവിനോടാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വള അയൺ ബാങ്കിൽ എവിടെ കണക്ട് ചെയ്യണം? നെഗറ്റീവ് ടെർമിനലിനോടാണ് കണക്ട് ചെയ്യേണ്ടത്. എവിടെയാണ് കോട്ട് ചെയ്യേണ്ട കോപ്പർ പ്ലേറ്റ് കണക്ട് ചെയ്യേണ്ട? കോപ്പർ റോഡോ കോപ്പർ പ്ലേറ്റോ. അത് പോസിറ്റീവിലാണെന്നും നമ്മൾ എഴുതണം. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം, കോപ്പറാണ് ഇതിൻ്റെ മുകളിൽ കോട്ട് ചെയ്യേണ്ടതെങ്കിൽ അതിലെടുക്കേണ്ട ഒരു സൊല്യൂഷൻ, ഇത് മുങ്ങിക്കിടക്കാൻ എടുക്കണം ഒരു സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കണം. ഇനി ചോദിക്കാവുന്ന ചോദ്യങ്ങൾ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ABCD എന്നിട്ടുകൊണ്ട് ചോദിക്കും. വിച്ച് സൊല്യൂഷൻ ഈസ് ടേക്കൺ ഇൻ ദി ബീക്കർ? അടുത്ത ചോദ്യം, ടു വിച്ച് ടെർമിനൽ ദി ബാറ്ററി, വിച്ച് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ഈസ് ദി കോപ്പർ പ്ലേറ്റ് ഈസ് കണക്റ്റഡ്? കോപ്പർ പ്ലേറ്റ്, ആ കോട്ട് ചെയ്യേണ്ട കോപ്പർ പ്ലേറ്റ് എവിടെയാണ്? പോസിറ്റീവ്. ആൻഡ് വാട്ട് അബൌട്ട് ബാങ്കിൾ? ബാങ്കിൾ എവിടെയാണ്? നെഗറ്റീവ് ടെർമിനൽ. അങ്ങനെ ആ സ്വിച്ച് ഒന്ന് ഓണാക്കി കഴിയുമ്പോൾ ഇത് കൃത്യമായിട്ട് ഘടിപ്പിച്ചിട്ട്, കൃത്യമായിട്ട് പോസിറ്റീവിൽ ഘടിപ്പിക്കേണ്ടത് കോപ്പർ പ്ലേറ്റും അയൺ ബാങ്കിൽ നെഗറ്റീവിലും തന്നെ വേണം. അങ്ങനെ വെച്ചിട്ട് ഈ സ്വിച്ച് ഒന്ന് ഓണാക്കി കഴിയുമ്പോൾ കോപ്പറിൻ്റെ കളറ് ആ ബാങ്കിൽ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഉറപ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ സിൽവർ ആണ്, സിൽവർ ഈസ് ടു ബി കോട്ടഡ്. ഈഫ് സിൽവർ ഈസ് ടു ബി കോട്ടഡ് എന്ന് പറഞ്ഞാൽ സിൽവറാണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ ഏതാണ് പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യേണ്ടത്? സിൽവറിൻ്റെ ഒരു പ്ലേറ്റ് കണക്ട് ചെയ്യണം. അങ്ങനെ കോട്ട് ചെയ്യേണ്ട മെറ്റലാണ് എപ്പോഴും പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യേണ്ടത്. മെറ്റൽ ടു ബി കോട്ടഡ് എന്ന് പറഞ്ഞാൽ കോട്ട് ചെയ്യേണ്ട മെറ്റൽ, കോട്ട് ചെയ്യേണ്ട മെറ്റലാണ് പോസിറ്റീവിൽ. പിന്നെ ശ്രദ്ധിക്കേണ്ടതോ, അതിലെടുക്കേണ്ട സൊല്യൂഷൻ എപ്പോഴും ആ പോസിറ്റീവിൽ എടുത്തത് കോപ്പർ ആയപ്പോൾ നമ്മൾ കോപ്പർ സൾഫേറ്റ് എടുത്തു. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് സിൽവർ ആണ് കോട്ട് ചെയ്യേണ്ടത് എങ്കിൽ സിൽവർ പ്ലേറ്റ് എടുക്കുകയും വേണം. അവിടെ ആ സൊല്യൂഷനായിട്ട് ആ പാത്രത്തിൽ എടുക്കേണ്ടത് സിൽവർ സൈനൈഡാണ്. അതിൻ്റെ കൂടെ സോഡിയം സൈനൈഡ് അല്പം ചേർത്താൽ അതിന് നല്ല സ്പീഡ് ഉണ്ടാകും എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എടുക്കേണ്ടത് എ മിക്സർ ഓഫ് സിൽവർ സൈനൈഡ് സൊല്യൂഷൻ ആൻഡ് സോഡിയം സൈനൈഡ് സൊല്യൂഷനാണ് ആ പാത്രത്തിൽ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഗോൾഡ് ആണ് കോട്ട് ചെയ്യേണ്ടതെങ്കിലോ ഗോൾഡിൻ്റെ പ്ലേറ്റും ആ പാത്രത്തിൽ ഗോൾഡിൻ്റെ സൊല്യൂഷനും എടുക്കണം. ഗോൾഡാണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ ഈഫ് ഗോൾഡ് ഈസ് ടു ബി കോട്ടഡ്, ഗോൾഡ് പ്ലേറ്റ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ആൻഡ് എ മിക്സർ ഓഫ് ഗോൾഡ് സൈനൈഡ് എന്ന് പറയുന്ന സൊല്യൂഷനും സോഡിയം സൈനൈഡ് സൊല്യൂഷനോടെ മിക്സ് ചെയ്ത് വേണം ആ പാത്രത്തിൽ എടുക്കാനായിട്ട്. ഗോൾഡ് സൈനൈഡ് തന്നെയാണെങ്കിലും മതിയായിരുന്നു, പക്ഷേ റിയാക്ഷൻ്റെ സ്പീഡൊക്കെ ഒന്ന് കൂട്ടാൻ അല്പം സോഡിയം സൈനൈഡ് കൂടി ചേർക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് കോട്ടിംഗ് എ മെറ്റൽ ഓൺ അനദർ മെറ്റൽ. ഒരു മെറ്റൽ മറ്റൊരു മെറ്റലിൻ്റെ മുകളിൽ കോട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് പഠിച്ചത്. അങ്ങനെ ചെയ്യുന്നതിനെ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മനോഹരമായ ഒരു എക്സ്പെരിമെൻ്റ് കൂടിയാണ് ഉള്ളത്. നമുക്ക് ആർക്കും ചെയ്തു നോക്കാം. കുറച്ച് നാരങ്ങ ലെമൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് ലെമൺ കൊണ്ട് ബാറ്ററി എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ലിബറേറ്റ് ചെയ്യുന്നു അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാം. നമ്മൾ കുറച്ച് ലെമൺ കിട്ടിയാൽ അതിൽ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ചെറിയ ആണികൾ ഇങ്ങനെ തറച്ച് വെക്കുക. ഒരു കോപ്പറും ഒരു സിങ്കും അങ്ങനെ മാറി മാറി എല്ലാത്തിലും ഒരു കോപ്പറും ഒരു സിങ്കിൻ്റെയും നെയിൽ എന്ന് പറഞ്ഞാൽ ആണി തറച്ചു വെക്കണം. എന്നിട്ട് ഈ ചിത്രത്തിൽ കണ്ടതുപോലെ ഇതുപോലെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഈ കണക്ഷൻ കൊടുത്ത് അതൊരു LED ബൾബിനോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ LED ബൾബ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രകാശിക്കും. നല്ല രസമായിരിക്കില്ലേ? അതായത് ഈ രണ്ട് നെയിലുകൾ സിങ്കും കോപ്പറും ഇതിൽ കുത്തിവെച്ചപ്പോൾ അപ്പോൾ ഇവിടെ കുറച്ച് അതിനകത്ത് ആ ലെമണിനകത്ത് ആസിഡ് ഉണ്ട്. ആസിഡിനകത്തേക്കാണ് നമ്മൾ കുത്തിവെക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന രാസപ്രവർത്തനം മൂലം ആണ് ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ലെമൺ മാത്രം എടുത്താൽ വളരെ കുറഞ്ഞ ഇലക്ട്രിസിറ്റിയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുറേ ലെമൺ എടുത്തിട്ട് ഇതുപോലെ കണക്ഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ ഏത് എനർജിയാണ് ഉണ്ടായത്? ആ LED ബൾബ് ഗ്ലോ ചെയ്യാൻ വിച്ച് എനർജി ഹാസ് കോസ്റ്റ്? ഏതാണ് കാരണമായത്? ഇലക്ട്രിക്കൽ എനർജി കാരണം ആണ് അങ്ങനെ ഉണ്ടായത്. അവിടെ ഇലക്ട്രിക്കൽ എനർജി എന്തിൽ നിന്നാണ് ഉണ്ടായത്? ആ ലെമണിനുള്ളിലെ കെമിക്കലിൽ നിന്നാണ് ഉണ്ടായത്. കെമിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറിയത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലെന്നും പറഞ്ഞ് കെമിക്കൽ റിയാക്ഷൻ എന്നും പറഞ്ഞ് പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്നുകിൽ ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിലോ ലിബറേറ്റ് ചെയ്യുന്നു. അത്തരം റിയാക്ഷനെയാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അബ്സോർബ് ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ പഠിച്ചത് ഏതെങ്കിലും ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ഒന്നുകിൽ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി എല്ലാ കെമിക്കൽ റിയാക്ഷനും ഏതെങ്കിലും എനർജി അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. എല്ലാ കെമിക്കൽ റിയാക്ഷനും എല്ലാ കെമിക്കൽ ചേഞ്ചസിലും. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്നായിരുന്നു? കെമിക്കൽ ചേഞ്ചസ്. അതിൽ ഒന്നുകിൽ എനർജി അബ്സോർബ് ചെയ്യും, അതായത് എനർജി വലിച്ചെടുക്കും, അല്ലെങ്കിൽ എനർജി ലിബറേറ്റ് ചെയ്യും, ഉണ്ടാക്കും, പ്രൊഡ്യൂസ് ചെയ്യും. ഈ പേജിൽ കുറച്ച് കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ബേണിംഗ് ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ് ബേൺ ചെയ്യുന്നു, കത്തുമ്പോൾ എന്ത് എനർജിയാണ് ഉണ്ടാകുന്നത്? ലിബറേറ്റ്സ് ഹീറ്റ്. ഡീകമ്പോസ് ചെയ്യുന്നു സബ്സ്റ്റൻസ് ഓൺ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യുമ്പോൾ ഡീകമ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എന്നിട്ടാണത് ഡീകമ്പോസ് ചെയ്യുന്നത്. ബയോലൂമിനസെൻസ്, നമ്മുടെ മിന്നാമിനിങ്ങയെ പ്രകാശം ഉണ്ടാക്കുന്നു. അപ്പം ലിബറേറ്റ്സ്, പ്രൊഡ്യൂസ് ലൈറ്റ്. സെൽ മെയ്ഡപ്പ് ഓഫ് ലെമൺ, ആ നാരങ്ങ കൊണ്ട് സെല്ലുണ്ടാക്കിയപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടായി. ലിബറേറ്റ്സ് ഇലക്ട്രിക്കൽ എനർജി എന്നോ പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ എനർജി എന്നോ എഴുതാം. ഇലക്ട്രോൾസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഒരു പാത്രത്തിലേക്ക് സോഡിയം ക്ലോറൈഡ് ഉപ്പിൻ്റെ സൊല്യൂഷൻ എടുത്തിട്ട് ലായനി എടുത്തിട്ട് അതിലേക്ക് വൈദ്യുതി കടത്തി വിട്ടു. അതാണെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്, അപ്പോൾ അതിൽ കണ്ട പിങ്ക് നിറമൊക്കെ ഓർക്കുന്നില്ലേ? അവിടെ എന്ത് സംഭവിച്ചത്? ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്തു. ഈ ചാർട്ട് മാച്ച് ദി ഫോളോയിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പൂരിപ്പിക്കാനൊക്കെ ആയിട്ട് ചോദിക്കുന്ന വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക്. നമ്മൾ 8ാം ക്ലാസ്സിൽ കയറിയിട്ട് പുതിയ സ്കൂളാണ്. അപ്പം നമ്മൾ നന്നായിട്ട് പഠിച്ച് മിടുക്കരാണെന്ന് ആ സ്കൂളിലുള്ളവരെ അറിയിക്കണം. അല്ലെങ്കിലോ നമ്മൾ പഴയ സ്കൂളിൽ പഠിച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി പഴയ സ്കൂളിൽ പഠിച്ചിട്ടില്ലേലും ഇപ്പോൾ അടിപൊളിയായിട്ടങ്ങ് പഠിച്ചു തുടങ്ങിയാൽ മതി. കിട്ടുന്ന സമയത്തെല്ലാം പഠിക്കുക. നമ്മുടെ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ലെറ്റസസ് കൂടി ചെയ്തേക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു രീതിയിലാണ് പരീക്ഷാ ചോദ്യം ചോദിക്കുന്നത്. അതിലെ ചോദ്യങ്ങൾ ചിലപ്പോൾ നേരിട്ട് ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് കളയാതെ ആ രീതി നമ്മൾ പഠിച്ചു വെക്കണം. ഇവിടെ ഓരോ ചേഞ്ചസ് തന്നിട്ടുണ്ട്. സോളിഡ്,
ചേഞ്ചസ് ടു ലിക്വിഡ്, ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ്, ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്. അപ്പോഴൊക്കെ വാട്ട് ചേഞ്ചസ് ഇൻ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ, പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെൻറ്റിൽ എന്ത് മാറ്റമാണ് വരുന്നത്? അപ്പോൾ നമ്മൾ ശരിക്കും ഇതിങ്ങനെ കാണാതെ പഠിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ സോളിഡ് എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ സോളിഡിൻ്റെ ഒരു ചേർന്നിരിക്കുന്ന പാർട്ടിക്കിൾസ് ചേർന്നിരിക്കുന്ന ഒരു ചിത്രം എപ്പോഴും മനസ്സിലുണ്ടാകണം. മനസ്സിൽ നിന്ന് മറന്നു പോയെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ട് വരയ്ക്കണം. ഇത് സോളിഡ് ആണെന്ന് എഴുതി വെക്കണം. അതിനുശേഷം ലിക്വിഡ്, കുറച്ചുകൂടി അകന്നിരിക്കുന്ന ഒരു പാത്രത്തിലിരിക്കുന്ന സാധനമാണ് ലിക്വിഡ്. ഇനി വളരെ അകന്ന് ഇരിക്കുന്നവയാണ് ഗ്യാസ്. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് പറയാൻ പറ്റും. സോളിഡ് ലിക്വിഡ് ആവുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്. ലിക്വിഡ് ഗ്യാസ് ആവുമ്പോഴും ആ ഡിസ്റ്റൻസ്, ഇവിടെ ഇത്രയും ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെയും ഡിസ്റ്റൻസ് കൂടി, അതുകൊണ്ട് ഡിസ്റ്റൻസ് ഇൻക്രീസസ്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ കൂടുക. സ്പെല്ലിംഗ് ഒക്കെ നോക്കി വെക്കണം. ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്, ഗ്യാസ് ലിക്വിഡായി. ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസിലിരുന്നത് ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്തു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഡിക്രീസസ്. അപ്പോൾ ഈ ഡിക്രീസും ഇൻക്രീസും മാറിപ്പോകാതിരിക്കാൻ ഇങ്ങനെ ഒരു ചിത്രം വരച്ച് നോക്കിക്കൊണ്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് കുറച്ച് റിയാക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കെമിക്കൽ റിയാക്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വിച്ച് ഫോം ഓഫ് എനർജീസ് ലിബറേറ്റഡ് എന്നും അബ്സോർഡ് എന്നും എഴുതണം. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്തപ്പോൾ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തു. അതിൻ്റെ പേരെന്ത്? ഹീറ്റ് എനർജി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ റിയാക്ഷനെയും നമുക്ക് എന്തെന്ന് പറയാം? തെർമോ കെമിക്കൽ. ഹീറ്റ് ഉണ്ടോ അവിടെ? തെർമോ എന്ന വാക്കുണ്ട്. തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. അതുപോലെ തന്നെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസിഷൻ. അതിനുവേണ്ടി അത് ചൂടാക്കുകയാണ് ചെയ്തത്. അപ്പോഴും ഹീറ്റ് അബ്സോർഡ് ആണ്. അതുകൊണ്ട് തെർമോ കെമിക്കൽ റിയാക്ഷൻ. അടുത്തതായിട്ട് കോട്ടിംഗ് അയൺ ബാങ്കിൽ വിത്ത് കോപ്പർ. അതിനകത്ത് ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്തത്. അതിനൊരു പ്രത്യേക പേരുണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യുകയോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്താൽ ഇലക്ട്രോ കെമിക്കൽ. ഈ റിയാക്ഷൻ്റെ പേര് ഇലക്ട്രോ കെമിക്കൽ. ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ലെമൻ്റെ എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെയും പേര് ഇലക്ട്രോ കെമിക്കൽ. ഇനി പറയാത്ത ഒരേ ഒരെണ്ണമേ ഉള്ളൂ, ലൈറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ. അതിൻ്റെ പേര് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്നാണ്. ഗ്ലോയിങ് ഫയർഫ്ലൈ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് കൃത്യമായിട്ടും പ്രതീക്ഷിക്കാം. അടുത്ത പേജിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഇത്രയും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ABC ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നത്. ഹീറ്റ് സം crystals of potassium permanganate in a dry test tube. Bring a burning incense stick near the mouth of the test tube. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ചെയ്യുക, എന്നിട്ട് ബേൺ ചെയ്യുന്ന കത്തുന്ന ചന്ദനത്തിരി അതിൻ്റെ അടുത്ത് കൊണ്ടുവരിക. നിങ്ങൾ എന്താണ് കാണുന്നത്? ഒബ്സേർവ് എന്ന് പറഞ്ഞാൽ കാണുക. അപ്പോൾ നമ്മൾ ആ ഇൻസെൻസ് സ്റ്റിക്ക് കത്തുന്നത്, ആളി കത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് ഫ്ലെയറിങ് ഓഫ് ഇൻസെൻസ് സ്റ്റിക്ക്. ടീച്ചറിൻ്റെ പേനയിൽ നിന്ന് കുറച്ച് മഷിയൊക്കെ ചാടിയിട്ടോ. വിച്ച് ഈസ് ദ ഗേഷ്യസ് പ്രോഡക്റ്റ്. അങ്ങനെ ആളി കത്താൻ സഹായിച്ച ആ ഗ്യാസ് ഏതായിരുന്നു? ഓക്സിജൻ. ഇവിടെ ചൂടാക്കിയ കാര്യം പറഞ്ഞു, അതുകൊണ്ട് വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? തെർമോ കെമിക്കൽ റിയാക്ഷൻ ആയിരുന്നു ഇത്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, പിന്നെ A, B എന്ന് 2 ക്വസ്റ്റ്യൻ. എ വൈറ്റ് ക്ലോത്ത് ഈസ് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ്, ഡാർക്കൻ വെൻ കെപ്റ്റ് ഇൻ സൺലൈറ്റ്. സിൽവറിൻ്റെ എന്ത് സംയുക്തവും എന്ത് കോമ്പൗണ്ടും നമ്മൾ സൺലൈറ്റിൽ കൊണ്ടുവച്ചാൽ അത് ഡാർക്കായി പോകും.
അതെപ്പോഴും ഓർത്തിരിക്കുക. അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഡാർക്കൻസ് എന്നുള്ള വാക്ക് പഠിച്ചു വെച്ചോണം. അതിന് കാരണമായ എനർജി എന്താണ്? ലൈറ്റ് എനർജിയാണ് അതിന് കാരണമായത്. അത് ഡാർക്ക് ആകാൻ കാരണം ലൈറ്റ് എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ്റെ പേര്, ലൈറ്റുമായി ബന്ധപ്പെട്ട എല്ലാ റിയാക്ഷൻ്റെയും പേര് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്നാണ്. ഒരു ചോദ്യവും കൂടിയാണ് നമുക്ക് ലെറ്റസസിലുള്ളത്. സോഡിയം മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ ആൻഡ് ഗീവ് ന്യൂ സബ്സ്റ്റൻസ്. ഒരു സോഡിയം മെറ്റല് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാകും. അതും നമ്മുടെ പാഠത്തിലുള്ളതായിരുന്നു. നമ്മളൊരു സിനിമയുടെയൊക്കെ കാര്യം പറഞ്ഞു, സോഡിയം എടുത്ത് വെള്ളത്തിലിടുന്നത്. അപ്പോൾ ടീച്ചർ സിനിമാ പേര് മറന്നു പോയപ്പോൾ പറഞ്ഞു തന്ന കുട്ടികളുണ്ട്, കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം അഡാർ ലവ്. ഇതിനകത്ത് അഡാർ ലവ് കണ്ടവരൊക്കെ ഒന്ന് പറയണം കേട്ടോ, എങ്കിൽ ആ റിയാക്ഷൻ ഇനി ടീച്ചറിന് കാണിച്ചു തരണ്ട. അതിൽ അഡാർ ലവിൽ വാട്ടർ എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് സോഡിയം ഇടുന്നതിൻ്റെ ഒരു സീനുണ്ട്. അപ്പോൾ അത് സിനിമ കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. സോഡിയം മെറ്റൽ എങ്ങനെയാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് റിയാക്ട് ചെയ്തവരാണ് റിയാക്റ്റൻസ്. ഇവിടെ ഏതായിരുന്നു? സോഡിയം മെറ്റലും വാട്ടറും. സോഡിയം പ്ലസ് വാട്ടർ, അത് രണ്ടുമാണ് റിയാക്ട് ചെയ്തത്. എന്തൊക്കെയാണ് ഉണ്ടായത്? അതങ്ങനെ പൊട്ടിത്തെറിച്ചുണ്ടായപ്പോൾ അതിലൊരു ഗ്യാസ് ഉണ്ടായി, ഹൈഡ്രജൻ എന്ന് പറയുന്നൊരു ഗ്യാസ് ഉണ്ടായി. അതുകൂടാതെ വെള്ളത്തിലിട്ടപ്പോൾ വെള്ളവും സോഡിയവും കൂടെ പ്രവർത്തിച്ച് ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ച ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിനോഫ്തലിൻ എന്ന് പറയുന്ന ആ സാധനം അതിനകത്തോട്ട് ഒഴിക്കുവാണെങ്കിൽ ആ വെള്ളം മുഴുവൻ പിങ്ക് കളറായിട്ട് മാറും. അപ്പോൾ ഏതൊക്കെ ഉണ്ടായി? ഹൈഡ്രജനും സോഡിയം ഹൈഡ്രോക്സൈഡും. അങ്ങനെ ലെറ്റസസ് ഉൾപ്പെടെ എല്ലാം അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേക്കണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആകാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുകൂടാതെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സാപ്പ് ലിങ്ക് ഉണ്ട്, ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. അതിലിപ്പോൾ തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചറിനോട് നേരിട്ട് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ ടീച്ചർ അത് പേഴ്സണലായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ? ക്ലാസ് ഉപകാരമായി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ടീച്ചറിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറയണം. സ്മിത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് മറക്കാതെ പറഞ്ഞേക്കണം. പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാൻ എല്ലാവരും ടീച്ചറിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ.